പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുകയെന്ന് കരുതുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എൻ്റെ ലിവിങ് റൂമിലെ ചെറിയൊരു മേക്ക് ഓവറാണ്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. ലിവിങ് റൂമിൽ ചെറിയ ചെറിയ മാറ്റങ്ങളാണ് കേട്ടോ വരുത്തുന്നത്. കുഷൻ കവേഴ്സൊക്കെ ഒന്ന് മാറ്റണം, ടേബിൾ റണ്ണേഴ്സൊക്കെ ഒന്ന് മാറ്റണം. അപ്പോൾ അത് മാറ്റാനുള്ള സമയമായി പഴയതൊക്കെ. അപ്പോൾ ഞാനത് നീട്ടിക്കൊണ്ട് പോകുമായിരുന്നു. എന്തായാലും ക്രിസ്മസിനാകുമ്പോൾ ആ ഒരു തീമിൽ ചേഞ്ച് ചെയ്യാമല്ലോ എന്ന് കരുതിയിട്ട്. അപ്പോൾ റെഡ് കളേഴ്സൊക്കെ കുറച്ചേ ഉള്ളൂ, പിന്നെ കുറച്ച് ഓഫ് വൈറ്റ് കളേഴ്സായിട്ട് ഉള്ള കവേഴ്സും കർട്ടനൊക്കെ ആയിട്ട് മിക്സ് ചെയ്താണ് ഈ ഒരു തീം ഞാൻ അറേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ കർട്ടൻ മാറ്റാനും സമയമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓഫ് വൈറ്റ് കർട്ടൻ നമ്മുടെ ഇതിന് മുന്നേ മേടിച്ചതായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇട്ടു. കുഷൻ കവേഴ്സൊക്കെ മാറ്റണം, പഴയതൊക്കെ ഒന്ന് കഴുകാനായിട്ട് മാറ്റി വെച്ചു. അങ്ങനെ പല എക്സിബിഷനിലൊക്കെ പോകുമ്പം ക്രിസ്മസ് തീമുമായിട്ട് ബന്ധപ്പെട്ട് കളക്ട് ചെയ്ത സാധനങ്ങളൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ എന്തെങ്കിലും ഇഷ്ടപ്പെട്ടതും അഫോർഡബിൾ ആയിട്ടുള്ളതൊക്കെ മേടിച്ച് വെക്കും നാട്ടിൽ പോകുമ്പോഴൊക്കെ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ മേടിച്ച് വെക്കുമ്പോൾ നമുക്കിങ്ങനെ വല്ലപ്പോഴും ഒക്കെ മാറ്റിയിടുമ്പം കണ്ണിന് തന്നെ ഒരു കുളിർമയാണല്ലോ. എന്നും സ്ഥിരം ഒരേ കളേഴ്സ് കണ്ട് നമുക്കും ബോറടിക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തൊക്കെ വെക്കുമ്പം വീടൊക്കെ ഒന്ന് റിഫ്രഷ് ആവും, നമുക്കും മൈൻഡിനൊരു സന്തോഷം. ശരിയല്ലേ? ഇത് കൂടുതലും പുറത്ത് വർക്ക് ചെയ്യുന്ന മോംസിനെക്കാട്ടിയും ഹോം മേക്കറായിട്ടുള്ള അമ്മമാർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. എന്ന് നമ്മൾ ഒരേ വീടും ഒരേ കാര്യങ്ങളും കണ്ടിരിക്കുമല്ലേ. അപ്പോൾ നമുക്ക് വീട് മാറാനൊന്നും പറ്റത്തില്ലല്ലോ എപ്പോഴും. അപ്പോൾ അകത്തുള്ള അറേഞ്ച്മെൻറ്റ്സൊക്കെ ഒന്ന് കുറച്ചൊക്കെ മാറ്റി, കുറച്ച് ഫ്ലവേഴ്സൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ആ വേസൊക്കെ മാറ്റി കുറച്ച് പ്ലാന്റ്സൊക്കെ വെച്ചിട്ട് ഒന്ന് റീഅറേഞ്ച് ചെയ്യുമ്പോൾ തന്നെ വീട് ആകെ ഒന്ന് മാറിയും. അതൊക്കെ ഒന്ന് ചെയ്ത് നോക്കുമ്പോൾ തന്നെ നമുക്കും ഒരു ഹാപ്പിനെസ്സാണ്, വീടും ഒരു പുതുമയായിട്ടിരിക്കും. നിങ്ങളും ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ടോ? ചെറിയ ചെറിയ റീഅറേഞ്ച്മെൻറ്റ്സൊക്കെ എനിക്കതൊക്കെ വലിയ ഇഷ്ടമാണ്. അങ്ങനെ ഞാൻ തലേന്ന് പ്ലം കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിന്നാണ് മുറിച്ചത്. അപ്പോൾ അത് ഞാൻ സെർവ് ചെയ്യുകയാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ കുറേ ഇടാം. പ്ലം കേക്കിൻ്റെ റെസിപ്പി എല്ലാവർക്കും അറിയുന്നത് തന്നെ ആയിരിക്കും. പക്ഷെ ഉണ്ടാക്കിയപ്പോൾ ഒരു സന്തോഷം. കുറച്ച് പാടാണ് ഈ പ്ലം കേക്കൊക്കെ ഉണ്ടാക്കാനേ. പക്ഷേ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ പ്ലം കേക്കിന്. അങ്ങനെ ഞാൻ എൻ്റെ വീടൊക്കെ ഡെക്കർ ചെയ്ത് കഴിഞ്ഞു. ഒരു സിമ്പിൾ മേക്ക് ഓവറാണ്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.